എന്താണ് നിന്റെ ഉദ്ദേശം? നീ ഒരു പെൺകുട്ടിയല്ലേ? എന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാരെ എനിക്ക് എന്ത് തന്നാലും വാങ്ങൂല. ഈ പ്രായത്തിൽ ഇത്ര ആഡംബരം വേണോ പേരിന്? ഞാൻ എന്ത് ചെയ്യണം, എന്ത് പണി നോക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അല്ലാണ്ട് ആദ്യമല്ല തീരുമാനിക്കും. എന്താണ് നിങ്ങൾ ഇങ്ങനെ കൊടുത്താണോ വർദ്ധിക്കല്? മേടിച്ചെടുത്ത് അത്ര വലിയ അളവല്ലേ? എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവിലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നുമല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അത് വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതി. ഇവർക്ക് ഇതൊന്നും കൊടുത്താൽ പോലെ ശിക്ഷ. ഇവരുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. എനിക്കൊന്നും വേണ്ട. എനിക്ക് ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ട്. എനിക്ക് ഈ ദേഷ്യം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ടു ബി ഫ്രാങ്ക്, ആവശ്യമില്ലാണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാ കാര്യത്തിനും ദേഷ്യപ്പെടുക. അയാളെന്താണ് അനുസരിപ്പിച്ച വേവിന് പാത്രം എഴുതുന്ന കാര്യം അനുസരിപ്പിക്കാൻ നോക്കി നടന്നിട്ടില്ല. അത് വേവിക്കും എല്ലാ കാര്യങ്ങളും വേണ്ടത് നടന്നിട്ടാണ് വേണ്ടത്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? എനിക്കതാ വേണ്ടത്. അനുസരിച്ച് എനിക്ക് ഇത്രയും നാളെ പോകുന്നില്ല മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ ചോദിക്കണം. ഇപ്പൊ പറഞ്ഞതിൽ തന്നെ എവിടുന്നാണ് കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് കോട്ടാൽക്കല്ല ഗോതമ്പോ വെച്ചത്. ഞാൻ അങ്ങോട്ട് ചോദിക്കണം. ഒരു ഷർട്ട് ഓർമ്മ അത്രേ ഉള്ളൂ. The way you speak itself is so offensive. Okay, ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമുണ്ടോ? ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. മോളടുക്കള ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ എനിക്കൊന്നും ഉറപ്പാവില്ല. അപ്പൊ അത് നിർത്തിക്കോളാം. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഏതൊരു ബിഗ് ബോസ് സീസണിന്റെയും മഹാഭാഗ്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി. സീസൺ 4 റോബിന് വലിയ ഒരു ഇഷ്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആൾ നമ്മുടെ റിയാസ് ആണ്. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാട്ടാ. അതെന്താ? എന്താന്നറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടം. എനിക്കും കുറേശ്ശെ. കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് അധികം അനങ്ങാതിരുന്ന ഷാനവാസ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫയറാക്കി മാറ്റാനും നമ്മുടെ റിയാസിന് കഴിഞ്ഞു. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. ഏതാണ്ട് ഈ വീക്കിലും അടുത്ത വീക്കിലും ഒക്കെ എവിക്റ്റായി പോകാൻ സാധ്യതയുണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങിൽ ഒരു വലിയ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്ന റിയാസിന് കഴിഞ്ഞു. ഞാനൊരു വലിയ സംഭവം അല്ലേ? ഇന്നലെ പല പ്രാവശ്യം ഷാനവാസ് റിയാസിനെ എടാപോടാ എന്ന് വിളിച്ച് പല പ്രാവശ്യം സംസാരിച്ചു. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കാര്യം. ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഷാനവാസ് വിളിക്കുകയാണ്, എടാ നീ പോടാ എന്നൊക്കെ വിളിക്കുന്നു. സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ്. നിങ്ങൾ ഒരു കാരണവശാലും എടാ പോടാ എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു. എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ്. പാമ്പ് കടിച്ചോന്റെ വായി പാഷാണം കലക്കി ഒഴിക്കല്ലേ. ആണുങ്ങളെയുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും. എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? എന്റെ അച്ഛൻ ബ്രന്ത നെഗറ്റീവ് ആയിപ്പോയി, അതുകൊണ്ടാ. അത് തീർച്ചയായിട്ടും ഒരു മോശം പദമായിട്ട് തന്നെ അയാൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അത് ആവർത്തിച്ചതിനോടോ അത് നിരന്തരം അയാളുടെ മുഖത്ത് നോക്കി വിളിച്ചതിനോടോ എനിക്ക് തീരെ യോജിപ്പില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു.